മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടലില്ലാതെ സുരക്ഷാ നടപടികൾ നടക്കുമോ? ഒരു മെഷീൻ തന്നെ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമോ? ഇത് സയൻസ് ഫിക്ഷൻ സിനിമയല്ല. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ ശക്തമായി മാറിയിരിക്കുന്ന ഒരു പുതിയ അധ്യായത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. 2026 മാർച്ച് 30 ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു നിർണായക റിപ്പോർട്ട് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രത്തിൽ വലിയ മാറ്റം സൂചിപ്പിച്ചിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും മറ്റ് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളും ചേർന്ന ലേതൽ ഓട്ടോണോമസ് വെപ്പൺ സിസ്റ്റംസ് എന്ന അത്യാധുനിക സംവിധാനങ്ങളുടെ വികസനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാവി തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്. എന്താണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവിധ സുരക്ഷാ മേഖലകളിൽ ഉപയോഗപ്പെടുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതായത് സ്വയം പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ല, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, സൈബർ സുരക്ഷ, മനുഷ്യരുടെ പെരുമാറ്റം വരെ വിശകലനം ചെയ്യാവുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സുരക്ഷാ സേനയുടെ നേരിട്ടുള്ള അപകട സാധ്യത കുറയ്ക്കാനും ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന ചില പ്രധാന സാങ്കേതിക വിദ്യകൾ ശ്രദ്ധേയമാണ് കേട്ടോ. വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോണോമസ് വാഹനങ്ങൾ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കണ്ടെത്താവുന്ന മിസൈൽ സംവിധാനങ്ങളും ഈ വികസനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ്. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സാങ്കേതിക വിദ്യയെക്കുറിച്ച് തന്നെയാണ്. ഫേസ് റെക്കഗ്നിഷൻ അണ്ടർ ഡിസ്ഗേസ് എന്ന സംവിധാനം. ഒരാൾ മുഖം മറച്ചാലും വേഷം മാറിയാലും അയാളെ തിരിച്ചറിയാൻ കഴിയുന്ന ഈ സംവിധാനം സുരക്ഷാ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണെന്നത് എടുത്തു തന്നെ പറയണം. എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ എത്രത്തോളം വിശ്വസനീയമാണെന്നത് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം ഇപ്പോഴും പൂർണ്ണ രീതിയിൽ നൽകാൻ കഴിയില്ല എന്നത് തന്നെയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ സമ്മതിക്കുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിയന്ത്രിക്കാനാകാത്ത തെറ്റുകൾ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളതായും പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഫലം അനിഷ്ടകരമായ സാഹചര്യങ്ങളായിരിക്കാനും സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിഗണിക്കുന്ന മാതൃക സെമി ഓട്ടോമാറ്റിക് സംവിധാനമായി മാറ്റിയത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർദ്ദേശങ്ങൾ നൽകുകയും പക്ഷേ അന്തിമ തീരുമാനം മനുഷ്യർ തന്നെ എടുക്കുകയും ചെയ്യും. നിർണായക ഘട്ടങ്ങളിൽ മനുഷ്യന്റെ പങ്ക് നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യം ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഈ വിഷയത്തിൽ ഏകോപിതമായ ഒരു നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല എന്നതും ഹൈലൈറ്റ് ആയി തന്നെ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നാലും ഇത്തരം സംവിധാനങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണം എന്ന നിർദ്ദേശങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുന്നില്ല എന്നതാണ്. കാരണം ഇത്തരം നിയന്ത്രണങ്ങൾ ഭാവിയിലെ സാങ്കേതിക പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്നതാണ് രാജ്യം വിലയിരുത്തുന്നതായി മനസ്സിലാക്കുന്നത്. സുരക്ഷാ തലത്തിൽ ചില ഗുരുതരമായ ആശങ്കകളും ഉയരുന്നുണ്ട് കേട്ടോ. നിർണായകമായ തീരുമാനങ്ങൾ മുഴുവനായി മെഷീനുകൾക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ അപകട സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില സംഭവങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർദ്ദേശിച്ച നടപടികൾ മനുഷ്യർ അവസാന നിമിഷം നിർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ നിർദ്ദേശങ്ങൾ സാധാരണ ജനങ്ങളുടെ സുരക്ഷയെ പൂർണ്ണമായി പരിഗണിച്ചിരുന്നില്ല എന്നതാണ് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ അപകട സാധ്യത പ്രകടമായി കാണിച്ചിട്ടുമുണ്ട്. മനുഷ്യ നിയന്ത്രണം കുറവായ സാഹചര്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുള്ളതായി ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് ഇതിന്റെ വെല്ലുവിളി എങ്ങനെയാണ് വരുന്നതെന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ വ്യക്തമായ നിയമങ്ങളും പ്രത്യേക മേൽനോട്ട സംവിധാനവും സമഗ്രമായ നയവും നിലവിലില്ല എന്നതാണ് വലിയൊരു വെല്ലുവിളി. ഇത്രയും ശക്തമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ വ്യക്തമായ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്ത സംവിധാനങ്ങളും ഇല്ലെങ്കിൽ ചെറിയൊരു തെറ്റുപോലും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുള്ളതായും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവിൽ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഭാവിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തണോ അല്ലെങ്കിൽ ആദ്യം ശക്തമായ നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കണോ എന്നതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. ഭാവിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ മനുഷ്യരും മെഷീനുകളും ചേർന്നായിരിക്കും. പക്ഷേ അവസാന തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും? മനുഷ്യനോ അല്ലെങ്കിൽ ഒരു അൽഗോരിതമോ? ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും പുതിയ വിവരങ്ങളും വിശകലനങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ ഗൗരവമുള്ള അപ്ഡേറ്റുകൾക്കായി നമ്മളോടൊപ്പം തന്നെ തുടരൂ.